പ്രിയപ്പെട്ട ഈമാൻ ആഡ്സ് പ്രീമിയം അംഗങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങളെ ചൂഷണം ചെയ്യാനും തെറ്റിദ്ധാരണകൾ പരത്താനും ചില വ്യക്തികൾ ശ്രമിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ അവരുടെ താൽപ്പര്യങ്ങൾക്കായി നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് ഈ അറിയിപ്പ്. വിദേശത്തു നിന്നുള്ള ചൂഷകർ. ചില വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവരുടെ ഒഴിവു സമയങ്ങൾ ആസ്വാദ്യകരമാക്കാനും നാട്ടിലെ ആളുകളെ ദ്രോഹിക്കാനും വീട്ടമ്മമാരെ ബുദ്ധിമുട്ടിക്കാനും ഈമാൻ ആഡ്സിലെ പ്രീമിയം അംഗങ്ങളെ ഇരയാക്കുന്നുണ്ട്. ഈ കെണിയിൽ വീഴുന്ന പാവങ്ങൾ അവർക്ക് വേണ്ടി കളിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇത് സ്വന്തം നാശത്തിലേക്കുള്ള വഴിയാണെന്ന് അവർ അറിയുന്നില്ല. ഈ സാഹചര്യത്തെക്കുറിച്ച് ഒരു കഥയിലൂടെ വിശദീകരിക്കാം. കോട്ടപ്പുറം കൈത്തറി, ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ കഥ. കോട്ടപ്പുറത്തെ കൈത്തറി വ്യവസായം പണ്ട് വളരെ പ്രശസ്തമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി തിരിച്ചടികൾ നേരിട്ടു. ഈ പ്രതാപം വീണ്ടെടുക്കാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർ കോട്ടപ്പുറം കൈത്തറി എന്ന പേരിൽ ഒരു സഹകരണ സംരംഭം തുടങ്ങി. അവരുടെ ആദ്യ നീക്കമായി വലിയൊരു ഓണം ഓഫർ പ്രഖ്യാപിച്ചു. 10,000 രൂപയുടെ കൈത്തറി ഉത്പന്നങ്ങൾ വാങ്ങുമ്പോൾ 750 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സൗജന്യം. നൂറുകണക്കിന് വൗച്ചറുകൾ അങ്ങനെ ആളുകളിലേക്ക് എത്തി. ഈ വൗച്ചറുകൾ ഉപയോഗിച്ച് ഭാവിയിൽ 750 രൂപയുടെ ഉൽപ്പന്നങ്ങൾ സൗജന്യമായി വാങ്ങാമെന്നതായിരുന്നു വ്യവസ്ഥ. പുതിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുക, വിൽപ്പന വർദ്ധിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ നഗരത്തിലെ ചില പ്രശസ്ത ബ്ലോഗർമാർക്കും സ്വാധീനമുള്ള വ്യക്തികൾക്കും ഇതൊരു പുതിയ തട്ടിപ്പിനുള്ള അവസരമായി. അവർ ഈ വൗച്ചറുകൾ കൈവശമുള്ളവരെ സമീപിച്ചു. ഈ വൗച്ചറുകൾ വെറുതെ കിടക്കുകയല്ലേ, തുണികൾ വാങ്ങാൻ മാത്രമാണല്ലോ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. ഞങ്ങൾ നിങ്ങൾക്ക് ഇതിനു പകരം പണം തരാം. പക്ഷേ പണം അടുത്ത മാസമേ തരൂ. സമ്മതമാണെങ്കിൽ വൗച്ചറുകൾ ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞ് അവർ വൗച്ചറുകൾ സ്വന്തമാക്കി. ഇങ്ങനെ ആയിരക്കണക്കിന് വൗച്ചറുകൾ കടമായി കൈക്കലാക്കി. പാവം ആളുകൾക്ക് പണം നൽകാതെ അവർ അവരെ കബളിപ്പിച്ചു. എന്നിട്ട് ഈ ബ്ലോഗർമാർ സാധാരണക്കാരെ സമീപിച്ചു. കോട്ടപ്പുറം കൈത്തറിയുടെ 750 രൂപയുടെ വൗച്ചറുകൾ ഇപ്പോൾ കിഴിവിൽ ലഭ്യം. ഇത് നിങ്ങൾ 500 രൂപയ്ക്ക് വാങ്ങിക്കോളൂ. 750 രൂപയുടെ തുണികൾ സൗജന്യമായി നേടാം എന്ന് പറഞ്ഞു. വൗച്ചറിന്റെ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്നറിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ ഇത് വിശ്വസിച്ച് പണം നൽകി വൗച്ചറുകൾ വാങ്ങി. ഒടുവിൽ ഈ വൗച്ചറുകളുമായി കോട്ടപ്പുറം കൈത്തറിയിലെത്തിയപ്പോഴാണ് ആളുകൾക്ക് സത്യം മനസ്സിലായത്. ഈ വൗച്ചറുകൾക്ക് 6 മാസത്തെ കാലാവധി ഉണ്ടായിരുന്നുവെന്നും ഈ കാലയളവ് കഴിഞ്ഞാൽ ഇത് അസാധുവാകുമെന്നും തുണിത്തരങ്ങൾ വാങ്ങുമ്പോൾ 750 രൂപയുടെ വൗച്ചർ തുക കഴിച്ചു ബാക്കി തുക നൽകിയാൽ മതിയെന്നും ഒരു കാരണവശാലും ഇത് പണമായി തിരികെ ലഭിക്കില്ലെന്നും വൗച്ചറിന്റെ പുറകിൽ വ്യക്തമായി എഴുതിയിരുന്നു. പക്ഷേ വൗച്ചർ വാങ്ങിയവരാരും ഈ നിയമങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഇതറിഞ്ഞതോടെ ആളുകൾ കോട്ടപ്പുറം കൈത്തറിയുടെ ഉടമകളെയും സംരംഭകരെയും കുറ്റം പറയാൻ തുടങ്ങി. ഞങ്ങളെ കോട്ടപ്പുറം കൈത്തറി വഞ്ചിച്ചു. 500 രൂപയ്ക്ക് വൗച്ചർ വാങ്ങി 750 രൂപ കിട്ടുമെന്ന് കരുതിയപ്പോൾ എല്ലാം വെറുതെയായി എന്ന് പറഞ്ഞവർ ബഹളം വെച്ചു. കോട്ടപ്പുറം കൈത്തറി ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്ന വ്യാജ പ്രചാരണവും ആരംഭിച്ചു. വൗച്ചറുകൾക്ക് പണം നൽകിയ 500 രൂപ കോട്ടപ്പുറം കൈത്തറിക്കാണ് ലഭിച്ചത് എന്നും അവർ പ്രചരിപ്പിച്ചു. ഈ സംഭവത്തെ ഒരു അവസരമായി കണ്ട് ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ രംഗപ്രവേശം ചെയ്തു. സ്ത്രീകളും സാധാരണക്കാരുമാണ് ഇതിൽ കൂടുതലും ഉൾപ്പെട്ടിരിക്കുന്നതെന്നറിഞ്ഞ അവർ ഇതൊരു തിരഞ്ഞെടുപ്പ് തന്ത്രമായി മാറ്റാമെന്ന് കരുതി. നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഞാൻ നൽകാം, നമുക്ക് പോലീസിൽ പരാതി നൽകാം എന്ന് പറഞ്ഞ് അവർ ആൾക്കൂട്ടത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് നയിച്ചു. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് വൗച്ചറിന്റെ നിയമാവലിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണ ലഭിച്ചത്. വൗച്ചർ നിയമപരമായി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ കേസ് നിലനിൽക്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴേക്കും ഈ പ്രശ്നത്തിൽ മറ്റൊരു കൂട്ടർ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ ലക്ഷ്യമിട്ട് രംഗത്തെത്തി. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം ഇരട്ടിയായി തിരികെ വാങ്ങിത്തരാം എന്ന് പ്രലോഭിപ്പിച്ച് അവർ പല സ്ത്രീകളെയും തങ്ങളുടെ കെണിയിലാക്കി. പിന്നീട് ചിലർ ഈ സ്ത്രീകളെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്താനും തുടങ്ങി. കാര്യങ്ങൾ മനസ്സിലാക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വൗച്ചറിന്റെ നിയമാവലി വായിക്കാതെ കോട്ടപ്പുറം കൈത്തറിയെ കുറ്റം പറഞ്ഞത് മാത്രമായി ഈ സംഭവത്തിന്റെ ബാക്കി പത്രം. നാടിനെ നന്നാക്കാൻ വന്നവരുടെ കൂടെ പോയവർക്ക് പണവും പോയി, മാനവും പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ പുറത്തുനിന്ന് ചിരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ചില സംഭവങ്ങൾക്ക് ഈ കഥയുമായി സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ചിന്തിക്കുക സമൂഹമേ, പണം പോയാൽ അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. പക്ഷേ മാനം പോയാൽ അത് തിരിച്ചു കിട്ടുക അസാധ്യം. ഈമാൻ ആർട്സിലെ അവസരം.
ഇമാൻ ആർട്സിൽ ചേർന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ പോയിന്റുകൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള അവസരമുണ്ട്. അതിനായി 8755466693 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഏത് സമയത്തും ഉൽപ്പന്നം ലഭിക്കുന്നതാണ്. വിവേകത്തോടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. ശുഭദിനം.